ഇന്ന് ഈ വിഷയം കട്ടിപ്പാറ പഞ്ചായത്ത് സമിതി യോഗത്തിൽ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. ഭരണസമിതി അനുവദിച്ചില്ല, അതുകൊണ്ട് LDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും സംസാരിച്ചിരുന്നു. സത്യത്തിൽ ഈ ഭരണസമിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ ഭരണസമിതി എന്നാണ് പറയാറുള്ളത്. അതിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ല, എല്ലാവരും ഭരണസമിതിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സംഭവിച്ചത് ഈ സെക്രട്ടറിക്ക് അനുകൂലമായി ചില അംഗങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ്. എങ്ങനെയാണ് ഈ ഫ്രഷ് കട്ടിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയും ജനങ്ങളുടെ ദുരിതം കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ വേണ്ടി ഭരണസമിതിയിലെ ചില അംഗങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യമുണ്ടോ? ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഒരു മുന്നണിയുടെ ആളുകളാണ് സെക്രട്ടറിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത്. ആ സെക്രട്ടറിയെ സംരക്ഷിക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ചത്. ആ സെക്രട്ടറിയെ പരസ്യമായി വിമർശിച്ച MLA-ക്കെതിരെ സംസാരിച്ചു എന്ന് പറയുന്നു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഭരണസമിതിയിലെ ചില അംഗങ്ങൾ, ചില പാർട്ടിയുടെ, ചില മുന്നണിയുടെ അംഗങ്ങൾ പെരുമാറിയത്. ഞങ്ങൾക്കെല്ലാവരോടും പറയാനുള്ളത് ഇത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ പ്രശ്നമല്ല. ഇത് ഈ കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്ലാന്റ് ഉണ്ടാക്കുന്ന മാലിന്യം ഏതെങ്കിലും ഒരു പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു മുന്നണിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ സ്മെല്ല് വരുന്നത്, ഈ ഫൗൾ സ്മെല്ല് വരുന്നത്, ഈ ദുർഗന്ധം വരുന്നത് ആരുടെയെങ്കിലും പാർട്ടി നോക്കി അവൻ്റെ മൂക്കിലേക്കല്ല, അവിടെ എല്ലാവരുടെയും മൂക്കിലേക്കാണ് ഈ ദുർഗന്ധം വരുന്നത്. അതിന് ജാതിയും രാഷ്ട്രീയവും മതമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ അംഗങ്ങളും, കട്ടിപ്പാറ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും ഈ സമരത്തോട് ഐക്യപ്പെടുകയാണ് വേണ്ടത്. ഞാൻ പ്രത്യേകമായ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാളാണ്. പക്ഷേ MLA ആയി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും MLA ആണ്. ഇവിടെയുള്ള മെമ്പർമാരുമൊക്കെ എല്ലാവരുടെയും മെമ്പർമാരാണ്. അതുപോലെ തന്നെ കട്ടിപ്പാറ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും അത്തരമൊരു നിലപാട് സ്വീകരിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അത്തരമൊരു നിലപാട് സ്വീകരിക്കണം. ആ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരും ഈ സമരപന്തലിലേക്ക് വരണം. അവരെ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ലേ? സമരസമിതിക്ക് വേണ്ടിയിട്ട് കൂടി ഞാൻ അത് ആവശ്യപ്പെടുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരപന്തലിലേക്ക് വരട്ടെ. ഈ ജനങ്ങളുടെ ആവശ്യത്തോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുന്നവരാരാണോ അവർക്കൊക്കെ ഈ പന്തലിലേക്ക് വരാം. അതല്ല മറിച്ച് ഇന്ന് ഭരണസമിതി, കട്ടിപ്പാറ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് അകത്തെടുത്ത നിലപാട് പോലെയുള്ളൊരു നിലപാടാണ് ഇനിയും നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, കഴിഞ്ഞ 7 വർഷക്കാലം നിങ്ങളെടുത്ത നിലപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മുന്നണിയും നിങ്ങളുടെ സർക്കാരും അതുപോലെ തന്നെ അന്നത്തെ ജില്ലാ ഭരണകൂടവും DLFMCയും ഒക്കെ എടുത്ത നിലപാട് ഞങ്ങൾക്കറിയാം. അതിലൊക്കെ ഞങ്ങൾക്ക് പരാതിയുണ്ട്, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ഞങ്ങൾ പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ നിലപാട് മാറ്റാൻ തയ്യാറായാൽ, ഈ സമരത്തോട് ഇനിയെങ്കിലും നിങ്ങൾ ഐക്യപ്പെടാൻ തയ്യാറായാൽ, കഴിഞ്ഞതെല്ലാം നമ്മൾ മറക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറാണ്. അതല്ല LDF അംഗങ്ങളാണ് ഇറങ്ങിപ്പോയത്. LDF അംഗങ്ങളാണ് സെക്രട്ടറിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. കട്ടിപ്പാറ പഞ്ചായത്ത് അങ്ങനെയല്ല. അവർ പറഞ്ഞത് എന്താണ്? അവർ ചർച്ചയ്ക്കെടുക്കണമെന്ന് പറഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ സമരത്തിൽ നേതൃത്വം കൊടുത്ത വ്യക്തി അധിക്ഷേപിച്ചു സംസാരിച്ചു. MLA അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് സംസാരിച്ചു. ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യണം. അന്നപ്പോൾ ആ സമയത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ സെക്രട്ടറിക്ക് അനുകൂലമായി ഇപ്പോൾ പ്രത്യേകമായ ഒരു സ്നേഹം തോന്നാനുള്ള കാരണം എന്താണ്? നമ്മുടെ വിഷയം സെക്രട്ടറി അല്ല, നമ്മുടെ വിഷയം വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ, ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്ന അജണ്ടയാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ആ സമയത്ത് ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങൾ പറഞ്ഞത് അതല്ല, സെക്രട്ടറിയുടെ വിഷയം ഇവിടെ ചർച്ച ചെയ്യണം. സെക്രട്ടറിയെ എന്തിന് MLA അവഹേളിച്ചു? സെക്രട്ടറി എന്തിന് സമരസമിതിയിൽപ്പെട്ട ഒരു വ്യക്തി അധിക്ഷേപിച്ച് സംസാരിച്ചു? ആ വിഷയം ഇവിടെ സംസാരിക്കണമെന്നാണ് ഭരണസമിതിയിൽപ്പെട്ട ചില അംഗങ്ങൾ ഉന്നയിച്ചത്. അക്കാര്യമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. മറിച്ചെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടത് സെക്രട്ടറിയുടെ വിഷയമാണോ ചർച്ച ചെയ്യേണ്ടത്? അതാണോ സത്യത്തിൽ ഭരണസമിതി എന്താണ് ചർച്ച ചെയ്യേണ്ടത്? ഭരണസമിതി എടുത്ത തീരുമാനം, സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് ഇത്രയും കാലമായി കമ്പനിക്ക് കൈമാറാതെ പൂഴ്ത്തിവെച്ച സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് ഭരണസമിതിക്ക്. അതായിരുന്നു ഭരണസമിതിയിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരമായി സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല സ്വീകരിക്കേണ്ടത്. എന്നിട്ട് അവിടെ ബഹളം വെച്ച് ആ വിഷയം എന്തിനാണ് ബഹളം വെച്ച് എന്തിനാണ് അല്ല പറഞ്ഞല്ലോ, സെക്രട്ടറിയെ അധിക്ഷേപിച്ചതോ സെക്രട്ടറിക്കെതിരെ MLA സംസാരിച്ചതോ അല്ല ഇവിടെ അജണ്ടയിൽ സംസാരിക്കേണ്ടത്. അവിടെ സംസാരിക്കേണ്ടത്
വെള്ളപ്പൊക്കം മൂലമുണ്ടായ ദുരിതം, ആ ദുരിതമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഫ്രഷ് കട്ടിലുണ്ടായിട്ടുള്ള ദുരിതം. അവിടെ വെള്ളം കയറി മാലിന്യങ്ങൾ പുറത്തേക്ക് വന്നത്. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ആ അജണ്ട ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ചർച്ച ചെയ്യരുത് എന്ന് മനസ്സിലാക്കി മനഃപൂർവ്വം സെക്രട്ടറിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ആ വിഷയം ബഹളത്തിലൂടെ ആ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യുന്ന തന്ത്രപരമായ ഒരു സമീപനമാണ് ചില അംഗങ്ങൾ സ്വീകരിച്ചത് എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് റിപ്പോർട്ട് നൽകിയത്. മറിച്ചെന്തെങ്കിലും, ഞാൻ ആവർത്തിക്കുന്നു, മറിച്ചെന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളോട് വിശദീകരിക്കും. അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിരന്തരമായി, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾ നിരന്തരമായി സമരം ചെയ്യുകയും ഇവർ നടത്തിയ നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും കാരണം കമ്പനിയോട് പല കാര്യങ്ങളും അതിൻ്റെ റെമഡിയൽ മെഷേഴ്സായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നുവരെ ഒരു റെമഡിയൽ മെഷേഴ്സും സ്വീകരിക്കാൻ കമ്പനിയുടെ അധികാരികൾ തയ്യാറായിട്ടില്ല. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് PCB ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് അയക്കുകയല്ല. ഇവരുടെ നിരന്തരമായ നിയമ പോരാട്ടമുണ്ട്. ആ നിയമ പോരാട്ടത്തിൻ്റെ തുടർച്ചയായി കേരളത്തിലൊരു സർക്കാർ മാറി വന്നപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അധികാരികൾക്ക് ഒരു ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ പിൻബലം കൂടി കിട്ടിയപ്പോൾ ആ പിൻബലത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾക്കറിയാം നിയമ പോരാട്ടം ഉണ്ടാകും. കാരണം ഞങ്ങൾ നടത്തുന്ന സമരം ഏതെങ്കിലും ഒരു ചെറുകിട കമ്പനിയല്ല, ഒരു വലിയ മാഫിയക്കെതിരെയുള്ള ഒരു സമരമാണ്. ഒരു വൻകിട കമ്പനിയാണ്. അവർക്ക് പണമുണ്ട്, ചില ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയുണ്ട്, പല നിലക്കുമുള്ള രാഷ്ട്രീയ പിൻബലവും അവർക്കുണ്ട്. രാഷ്ട്രീയ പിൻബലമില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ 7 വർഷം അവർക്ക് ഇത്തരത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു. അതെല്ലാമുള്ളൊരു കമ്പനിക്കെതിരെയുള്ള സമരമാണ് നടത്തുന്നത് എന്ന നല്ല ബോധ്യത്തിലാണ് കഴിഞ്ഞ 7 കൊല്ലമായി ഈ നാട്ടുകാർ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം കോടതിയിൽ അവർ പോകുമെന്ന്. കോടതിയിൽ പോയി, പക്ഷേ ഈ സെക്രട്ടറി ഇത്ര ധൃതി പിടിച്ച് ഒരു റിപ്പോർട്ട് ഈ ജനങ്ങളെല്ലാം വഞ്ചിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഒരു താല്പര്യത്തിന് വിരുദ്ധമായി ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ റിപ്പോർട്ടും അവർ കൈക്കലാക്കി. എന്ന് പറഞ്ഞാൽ അത്ര പവർഫുള്ളായ, അത്ര സ്വാധീന ശക്തിയുള്ള ഒരു കമ്പനിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ്. ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതുവഴി പോയാൽ ഇതിൻ്റെ ദുർഗന്ധം അവർക്ക് ബോധ്യമാകും. ഇവിടെ വന്ന് പരിശോധിച്ചാലും ഇത് ബോധ്യമാകും. അതുകൊണ്ട് ഈ തെളിവുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ അവതരിപ്പിച്ച് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അതുവരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതിനകത്തേക്ക് മാലിന്യം കൊണ്ടുവരാനോ ഇതിനകത്തുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനോ ഒരു നിലക്കും അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് ഈ നാട്ടുകാരുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ കൂടെ MLA എന്ന നിലക്ക് ഞാനും നിലയുറപ്പിക്കും.